years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. അങ്ങനെ അവസാനം ആ ഒരു ദിവസം വന്നെത്തി. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. 23 വയസ്സുകാരനായ ധീരനായ ഭഗത് സിംഗ് ആണെങ്കിലും, തൻ്റെ പിഞ്ചു കുഞ്ഞിനെ പിന്നിൽ കെട്ടി യുദ്ധം നടത്തിയ റാണി ലക്ഷ്മിഭായി ആണെങ്കിലും, 27 വയസ്സുകാരനായ അഷ്ഫാഖുൽ ഖാൻ ആണെങ്കിലും, ദിനരാത്രങ്ങൾ കാലാപാനി ജയിലറകളിൽ കഴിച്ചു കൂട്ടിയ സാധാരണക്കാരായ ആയിരക്കണക്കിന് ജനങ്ങളാണെങ്കിലും ഈ ഒരു ദിവസത്തിനാണ് കാത്തിരുന്നത്. Of the midnight hour, when the world sleeps, India will awake to life and freedom. ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ കഴിഞ്ഞ 100 വർഷങ്ങളായി എണ്ണിയാൽ തീരാത്ത ഇന്ത്യൻ ജനത തങ്ങളുടെ ജീവൻ വെള്ളക്കാരുടെ മുന്നിൽ അടിയറവ് പറഞ്ഞത്? ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ ജാലിയൻ വാലാബാഗിൽ സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരായവരും തങ്ങളുടെ ജീവൻ നൽകിയത്? ഇന്ത്യയിൽ ജീവിച്ച, ഇന്ത്യയെ സ്നേഹിച്ച ഒരാളും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമായിരുന്നില്ല വാസ്തവത്തിൽ ഇത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം നീണ്ട ബലിദാനങ്ങൾക്കൊടുവിൽ 200 വർഷത്തെ നീണ്ട പോരാട്ടത്തിന് ശേഷം നാം വെള്ളക്കാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇനി മുതൽ നമ്മുടെ ജന്മഭൂമി നമ്മുടേത് മാത്രമാണ്. നാം പൂർണ്ണമായും സ്വതന്ത്രരായിരിക്കുന്നു. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു ഈ സാധാരണ ജനങ്ങളുടെ. ഒരിക്കലും മുറികൂടാത്ത ഒരു വളരെ വലിയ വ്രണമായിരുന്നു ഇനി ഇവരെ പിന്തുടരാൻ പോകുന്നത്. സ്വന്തം ചോര പോലും ശത്രുവായ ആ ഒരു നിമിഷം. मेरी माँ को मेरे सामने तलवार मार के टक्कर के पैदा की, फिर मेरे भाई को, मेरे ब्रदर को, उसको भी ऐसे काट के फेंका. अभी भी मैं याद करती हूँ, मेरी रूह कांप जाती है. ਸਾਡੇ ਵਾਸਤੇ ਇੱਕ ਨਵੀਂ ਗੱਲ ਸੀ ਕਿ ਸਦੀਆਂ ਤੋਂ ਅਸੀਂ ਉੱਥੇ ਲੋਕ ਰਹਿ ਰਹੇ ਸਨ. ਕਿ ਹੋਇਆ ਕੀ? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ നമ്മുടെ ജന്മഭൂമി പലതായി വിഭജിക്കപ്പെട്ടു. ആരും പ്രതീക്ഷിക്കാതെ ജനുവരി 3, 1947 ഒരു പ്രഖ്യാപനം നടക്കുന്നു. And the only alternative to coercion is partition. അന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്നേക്കുമായി നിലയ്ക്കാൻ പോകുന്നു. തങ്ങളുടെ ജന്മഭൂമി ഇനി ബോർഡറുകൾക്കപ്പുറവും ഇപ്പുറവുമായി അവശേഷിക്കും. ഒരു വശത്ത് നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മറുവശത്ത് ഇസ്ലാമാബാദിൽ ജിന്ന സ്വതന്ത്ര പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ഇടയിൽ സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും ഉടുക്കാൻ തുണി പോലുമില്ലാതെ വലയുന്ന ആ ഒരു നിമിഷം. എന്തായിരുന്നു ഈ പാവപ്പെട്ട ജനങ്ങൾ ചെയ്ത തെറ്റ്? സ്വതന്ത്രമായ ഒരു രാജ്യം ആഗ്രഹിച്ചതോ? പൊലിഞ്ഞു പോയ ആ ജീവനുകൾക്ക് ആരുത്തരം നൽകും? सबको मार दिया. उस पूरे ट्रेन के डिब्बे में एक लड़की बची. वो मेरी ताई जी की भांजी थी. वो भी लाशों के ढेर में गिर गई. ആരായിരുന്നു ഈ ഒരു പാർട്ടീഷന് പിന്നിൽ? എന്ത് തെറ്റായിരുന്നു ആ 15 ലക്ഷം ജനങ്ങളുടേത്? സ്വതന്ത്രമായ ഒരു രാജ്യം ആഗ്രഹിച്ചതോ? വാസ്തവത്തിൽ ഈ ഒരു വിഭജനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് സാധാരണക്കാരുടെ സന്തോഷങ്ങൾ എന്നേക്കുമായി ഇല്ലാതായി. ഇന്നത്തെ നമ്മുടെ യാത്ര 78 വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയിലേക്കാണ്. എങ്ങനെയാണ് ഈ ഒരു രാജ്യം വിഭജിക്കപ്പെട്ടത്? ദ ബ്രൂട്ടൽ സ്റ്റോറി ഓഫ് പാർട്ടീഷൻ. അറബ് നേഷൻസും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും വ്യാപകമായ രീതിയിൽ നൂറ്റാണ്ടുകളോളം ട്രേഡ് നടത്തിയിരുന്നു. 610 AD അറബ് നേഷൻസിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിരുന്ന മെർച്ചൻസ് സ്ലോലി ഇസ്ലാം അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഇവർ മലബാർ കോസ്റ്റിൽ ആദ്യമായി എത്തിച്ചേർന്നു. കേരള ടൂറിസം വെബ്സൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഇവിടേക്ക് അവർ എത്തിച്ചേരുന്നത് 628 AD മാപ്പിളാസ് ആണ് ആദ്യമായി കേരളത്തിൽ ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ഇവർ ഒരു മോസ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതിനെ ചേരമാൻ ജുമാ മസ്ജിദ് എന്നാണ് നാം ഇന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സൗത്ത് പാർട്ടിൽ ഇസ്ലാം സ്പ്രെഡ് ആയത് ട്രേഡേഴ്സ് വഴിയാണ്. എന്നാൽ നോർത്തിലോ 712 AD ഈ ഒരു ടൈമിൽ അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് ചച്നാമ ശ്രീലങ്കയിൽ നിന്നും കുറച്ച് കപ്പൽ അറബിലേക്ക് പോകുന്ന സമയത്ത് കറാച്ചിയുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തായി ഈ കപ്പലുകളെല്ലാം കൊള്ളയടിക്കപ്പെടുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും കിഡ്നാപ്പ് ചെയ്യുന്നു. ഈ ഒരു കിഡ്നാപ്പിങ്ങിൽ നിന്നും ഒരു സ്ത്രീ രക്ഷപ്പെടുന്നു. അന്നത്തെ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ഗവർണർ ആയിരുന്ന ഹജാസിന് ഈ ഒരു സ്ത്രീ ഒരു കത്തെഴുതുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? അതായിരുന്നു ആ ഒരു കത്തിലെ കണ്ടന്റ്. അന്ന് സിന്ധു ഭരിച്ചിരുന്നത് ദഹീർ ആയിരുന്നു. ഹജാസ് അങ്ങനെ ദഹീറിന് ഒരു ലെറ്റർ
ലെറ്റർ എഴുതുന്നു. അതിലെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു: കൊള്ളയടിച്ച കപ്പലുകളെ വിട്ടയക്കുക. എന്നാൽ ദഹീറിന്റെ മറുപടി മറ്റൊന്നായിരുന്നു: ഈയൊരു പ്രദേശത്തിലെ പൈററ്റ്സിൽ തനിക്ക് യാതൊരുവിധ കൺട്രോളുമില്ല. ഈയൊരു ലെറ്റർ ഹജാസിന് കിട്ടുമ്പോൾ അദ്ദേഹം ദേഷ്യത്തിൽ ഒരു പടയെ തന്നെ സിന്ധിലേക്ക് ഇൻവേഡ് ചെയ്യാൻ അയക്കുന്നു. ഉബൈദുള്ളയായിരുന്നു ഈ ഒരു ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ്. പക്ഷേ ഈ ഒരു ആർമി തോറ്റുപോകുന്നു. രണ്ടാമത് വീണ്ടും അദ്ദേഹം ഒരു ആർമി അയക്കുന്നു. ഇതിലെ കമാൻഡർ ഇൻ ചീഫായിരുന്നു ബുദൈ. എന്നാൽ ഇദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുന്നു. എന്നാൽ വീണ്ടും ഇദ്ദേഹം മറ്റൊരു ആർമി അയക്കുന്നു. മൂന്നാം തവണ വന്ന ഈ ഒരു ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് 17 വയസ്സുകാരനായ മുഹമ്മദ് ബിൻ ഖാസിം ആയിരുന്നു. ഇത്തവണ ഇവർ സക്സസ്ഫുള്ളി സിന്ധിനെ ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഇസ്ലാം ആദ്യമായി ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പാർട്ടിൽ എത്തിച്ചേരുന്നു. ജിന്ന പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കാര്യത്തെ അദ്ദേഹം അണ്ടർലൈൻ ചെയ്ത് പറയുന്നു: അന്ന് തന്നെ പാകിസ്ഥാൻ രൂപപ്പെട്ടതാണ്. കൂടാതെ ഈ ഒരു ഇവന്റ് ദ ഗേറ്റ് വേ ഓഫ് ഇസ്ലാം എന്നും വിളിക്കപ്പെടുന്നു. ഇന്ന് പാകിസ്ഥാനി ടെക്സ്റ്റുകളിൽ നിങ്ങൾ മുഹമ്മദ് ഖാസിമിനെ നോക്കിയാൽ ഫസ്റ്റ് പേഴ്സൺ ഓഫ് പാകിസ്ഥാൻ എന്നാണ് അദ്ദേഹത്തെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത 200 വർഷ കാലഘട്ടത്തിലേക്ക് സിന്ധ് ഉമയ്യദ് ഡൈനാസ്റ്റിയുടെയും അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെയും കീഴിലായിരുന്നു. ഇവർ സിന്ധ് കടന്ന് ഹിന്ദുസ്ഥാനിന്റെ ഉള്ളിലേക്ക് പിന്നെയും ഇൻവേഷൻ നടത്താൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും തന്നെ സക്സസ്ഫുൾ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് വർഷം 1000 AD എത്തുന്നു. അങ്ങനെ സൗത്ത് ഏഷ്യയുടെ മുഴുവൻ കൺട്രോളും അറബ്സിന്റെ കയ്യിൽ നിന്ന് തുർക്കീസിന്റെ കയ്യിലേക്ക് എത്തുന്നു. അങ്ങനെ ഗസ്നവിദ് ഡൈനാസ്റ്റി ഇമർജ് ആകുന്നു 1001 AD. ഇവിടെയാണ് മുഹമ്മദ് ഗസ്നിയുടെ എൻട്രി. ഇദ്ദേഹം പഞ്ചാബിനെ ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹിന്ദുഷാഹിയെ ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നു. അന്നത്തെ അവിടുത്തെ രാജാവിന്റെ പേരായിരുന്നു രാജ ജയ്പാൽ. ഇവർ തമ്മിൽ വളരെ വലിയ തോതിലുള്ള യുദ്ധം പേഷാവറിൽ നടക്കുന്നു. ദ ബാറ്റിൽ ഓഫ് പേഷാവർ. ഗസ്നി ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കുന്നു. അങ്ങനെ ആദ്യത്തെ മുസ്ലിം റൂളർ ഇന്ത്യയിൽ കാലെടുത്തു വെക്കുന്നു. അങ്ങനെ 1186 ഇന്നത്തെ കറണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഘോർ റീജിയനിൽ മറ്റൊരു ഡൈനാസ്റ്റിയും വളരെ പതിയെ ഇമർജായി വന്നു. ഈ ഡൈനാസ്റ്റിയെ ഇന്ന് നാം ചരിത്രത്തിൽ ഗോറിഡ് ഡൈനാസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഡൈനാസ്റ്റിയിലെ പ്രൊമിനന്റ് ലീഡറിനെ ഇന്ന് നാം മുഹമ്മദ് ഗോറി എന്നാണ് വിളിക്കുന്നത്. 1186 മുഹമ്മദ് ഗോറി ഗസ്നവിദ് സുൽത്താനായ ഖുസ്രു മലിക്കിനെ പുറത്താക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ഖൊറസ്മിയൻ എംപയർ വളരെ വേഗത്തിൽ വളർച്ച പ്രാപിച്ചത്. ഇനി ഗുറിദ്സിന് സർവൈവ് ചെയ്യാൻ അവർ ഡിഫറന്റ് ആയി മറ്റെന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഗോറി ഹിന്ദ് റീജിയനിലേക്ക് തന്റെ എക്സ്പാൻഷൻ ആരംഭിക്കുന്നു. അങ്ങനെ ഗോറിയുടെ സൈന്യം ബത്തിൻഡ റീജിയൻ ക്യാപ്ചർ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു റീജിയൻ പൃഥ്വിരാജ് ചൗഹാന്റെ കീഴിലായിരുന്നു. അദ്ദേഹം ഇവർക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ആർമി ടെറൈനിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടാവുകയും മുഹമ്മദ് ഗോറി തോറ്റുപോവുകയും ചെയ്യുന്നു. എന്നാൽ ചൗഹാൻ ഇവിടെ വളരെ വലിയൊരു തെറ്റ് ചെയ്തു. ഈ ഒരു യുദ്ധത്തിൽ ഗോറിയെ അദ്ദേഹം കൊല്ലുന്നില്ല. എക്സാക്ട് 1 വർഷങ്ങൾക്ക് ശേഷം ഗോറി വീണ്ടും തിരിച്ചെത്തുന്നു. ഇതേ സ്ഥലത്ത് തന്നെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ ഉണ്ടാവുകയും മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് 1206 മുഹമ്മദ് ഗോറി മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അടിമകൾ ചേർന്ന് ഡൽഹി സൽത്തനേറ്റ് എന്ന പുതിയൊരു ഡൈനാസ്റ്റി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നു. 1526 വരെ ഇവർ ഇന്ത്യ മുഴുവനായി ഭരിക്കുന്നു. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ കാലത്ത് ഇവർ ഈ ഒരു മുഴുവൻ ഭാഗവും ഇന്ത്യയുടെ തങ്ങളുടെ കീഴിലാക്കി. പിന്നീട് 1526 ബാബർ ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇദ്ദേഹം ഒരു തുർക്കി പ്രിൻസ് ആയിരുന്നു. തന്റെ 11,000 വരുന്ന ആർമിയുമായി ഇദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നു. അന്നത്തെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലൂദിയുമായി ഇദ്ദേഹം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടത്തുന്നു. ഇബ്രാഹിം ലൂദിയുടെ കയ്യിൽ 1,00,000-ലും അധികം ആർമിയായിരുന്നു അന്നുണ്ടായിരുന്നത്. യുദ്ധത്തിൽ ബാബർ വിജയിക്കുകയും 50,000-ലധികം വരുന്ന ലോധിയുടെ സൈന്യത്തെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ആവുകയാണ് മുഗൾ ഡൈനാസ്റ്റി. ഈ ഇസ്ലാമിക് ഡൈനാസ്റ്റികൾ 1000 വർഷത്തോളം ഇന്ത്യ ഭരിച്ചു. ഈ ഒരു മാറ്റം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇസ്ലാം ഐഡിയോളജി വളരെ വേഗത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്തു. നിങ്ങൾക്കിന്ന് മറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഹിന്ദു ഐഡിയോളജിയുമായി യോജിച്ചു പോകുന്ന പല റിച്വൽസും നിങ്ങൾക്കിവരിൽ കാണുവാൻ കഴിയും. ഈവൻ ഈ റിച്വൽസ് പുറത്തുള്ള മറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റുകളിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇന്ന് നിങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണുന്നവരിൽ പലരും, അതായത് മജോറിറ്റിയും നോൺ മുസ്ലിംസ് ആയിരുന്നു. വ്യത്യസ്ത കാരണങ്ങളാൽ അവർ ഇസ്ലാം അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യത്തെപ്പറ്റി 2 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഗ്രൂപ്പ് 1ന്റെ അഭിപ്രായത്തിൽ 1000 വർഷ കാലഘട്ടത്തോളം ഇസ്ലാം ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഈ ഒരു റിലീജിയൻ ആളുകളെ അട്രാക്റ്റ് ചെയ്തു. കൂടാതെ സൂഫി സയൻസ് ഇസ്ലാം വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്തു. ഇതിനു പുറമെ ദർബാറിൽ വളരെ ഉയർന്ന ജോലി കിട്ടുവാൻ പലരും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇതിനു പുറമെ യുദ്ധത്തിൽ തോറ്റ പലരും ജീവൻ രക്ഷിക്കാനും ഇസ്ലാമിലേക്ക് കൺവേർട്ടായി. ഇങ്ങനെയാണ് ഒന്നാമത്തെ ഗ്രൂപ്പ് അഭിപ്രായപ്പെടുന്നത്.
രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന പലരെയും ഫോഴ്സ്ഫുള്ളിയാണ് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം അന്നുണ്ടായിരുന്ന റൂളേഴ്സ് തങ്ങളുടെ റിലീജിയൻ ഫോഴ്സ്ഫുള്ളി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ എല്ലാ ഡൈനാസ്റ്റികളുടെ കാലത്തും ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ തന്നെ ഒരു കാര്യം ചിന്തിക്കുക, 1000 വർഷത്തോളമായിരുന്നു ഇസ്ലാം ഡൈനാസ്റ്റീസ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആയിരുന്നു നടത്തിയിരുന്നതെങ്കിൽ 1000 വർഷം പോയിട്ട് 100 വർഷം പോലും അവർക്ക് റൂൾ ചെയ്യാൻ കഴിയുകയുണ്ടായിരുന്നില്ല. എന്നാൽ ഫാക്റ്റ് ഇതാണ്, 1872 ആദ്യത്തെ ഇന്ത്യൻ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ എന്നത് 21.45% ആയിരുന്നു. 2 പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഏതാണോ നിങ്ങളുടെ കോമൺ സെൻസിന് വിശ്വസനീയമായി തോന്നുന്നത് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ എന്താണ്? അതുവരെ ഒന്നായി ജീവിച്ച ഹിന്ദുവും ഇസ്ലാമും പിന്നീട് എങ്ങനെ ശത്രുക്കളായി? 1000 വർഷ കാലഘട്ടം ഇവർ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ സ്വന്തം ജന്മഭൂമിയിൽ ഇവർ രക്തക്കളം എന്തിനുണ്ടാക്കി? ആരായിരുന്നു ഈ ഒരു രാജ്യത്തെ രണ്ടായി തിരിച്ചത്? ആരാണ് ഇവരെ ഡിവൈഡ് ചെയ്ത് ഈ ഒരു രാജ്യം റൂൾ ചെയ്തത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ 2ാം ഭാഗത്തിൽ ലഭിക്കുന്നതാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ എഫേർട്സ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. പരമാവധി കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീഡിയോയുടെ 2nd പാർട്ടുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് and goodbye.